അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിന്ന് കുടിക്കുന്നതും തിന്നുന്നതും ചെയ്യാൻ പാടില്ല എന്ന് പറയപ്പെടുന്നു. എന്നാൽ നബിദിന റാലികളിലൊക്കെ നമ്മൾ പലപ്പോഴും കുട്ടികളല്ല നമ്മളടക്കമുള്ള ആളുകൾ നിന്ന് കുടിക്കുന്നതൊക്കെ സാധാരണയായ രീതിയിൽ കാണുന്നതാണ്. അതിന്റെ ശരിയായ വശം അല്ല അതിന്റെ വിധി എന്താണ്? പൊതുവെ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉള്ളൊരു സംഗതിയാണത്. നിന്ന് തിന്നുക എന്നുള്ളത് കറാഹത്തുള്ള സംഗതിയൊന്നുമല്ല, നല്ലതല്ല എന്നേ ഉള്ളൂ. നല്ലതല്ല, അതിന് അറബിയിൽ ഖിലാഫുൽ ഔല എന്ന് പറയും, നല്ലതിനെതിരാണ്. ഹറാമോ കറാഹത്തോ ഇല്ല, ഇരുന്നിട്ടാണ് സുന്നത്ത്. പക്ഷെ നിന്ന് തിന്നൽ ഹറാമുള്ള സംഗതിയോ അല്ലെങ്കിൽ കറാഹത്തുള്ള സംഗതിയോ അല്ല. കുടിക്കുന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇമാം നവവി തങ്ങൾ നിന്ന് കുടിക്കൽ ഖിലാഫുൽ ഔലയാണ് എന്ന് പറഞ്ഞെടുത്ത് തന്നെ കറാഹത്താണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ലത് ഇരുന്നിട്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതാണ്. അതേ സ്ഥാനത്ത് ഒരാൾ നിന്ന് തിന്നുകയോ കുടിക്കുകയോ ചെയ്തതുകൊണ്ട് അയാൾ കുറ്റക്കാരനാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ കാരണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിന്ന് തിന്നുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. റാലികൾ പോലെയുള്ളവ ഇങ്ങനെ നടന്നു പോകുന്നത് കുറേ ആളുകൾക്ക് ഒരുമിച്ചിരിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായി എന്ന് വരില്ല. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നിന്നിട്ട് കുടിക്കുക അല്ലെങ്കിൽ നിന്ന് തിന്നുക അതിനൊന്നും ആക്ഷേപിക്കേണ്ട ഒരു സംഗതിയൊന്നുമല്ല. ഇന്ന് കുടിക്കുന്നതിനെ കുറിച്ച് പല പ്രഭാഷണ വേദികളിലും ഉസ്താദുമാർ പറയുന്നത് കേൾക്കാം. ഇന്ന് കുടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മരുന്നില്ലാത്ത രോഗങ്ങളെ കൊണ്ട് അവരെ പരീക്ഷിക്കപ്പെടുമെന്നാണ്. അത് യാഥാർത്ഥ്യമാണോ? അങ്ങനെ ചില പ്രഭാഷകന്മാരൊക്കെ പ്രസംഗിക്കുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ എവിടെയാണ് ഹദീസ് എന്നുള്ളത് പണ്ഡിതന്മാരൊന്നും അങ്ങനെ ഒരു ഹദീസ് കണ്ടതായിട്ട് പറയുന്നില്ല. പിന്നെ നമ്മുടെ പള്ളി ദർസുകളിലൊക്കെ പഠിപ്പിക്കുന്ന ഈ 10 കിതാബ് എന്ന കിതാബിൽ അതിലേതോ ഒരു കിതാബിൽ അങ്ങനെ ഒരു ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് മറ്റ് ആധികാരികമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊന്നും കാണാത്ത ഒരു ഹദീസാണ്. ഹദീസിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ കാണാത്ത ഒരു സംഗതിയാകുമ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാതിരിക്കലാണ് നല്ലത്. അത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു ഹദീസ് എവിടെയും കാണുന്നില്ല, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് അത് അങ്ങനെ പറയുന്നത് ഒഴിവാക്കലാണ് നല്ലത്. നോർമലി വെള്ളത്തെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെയാണ് പറയുന്നതെങ്കിലും സംസം വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ അധികം ആൾക്കാരും പറയല് സംസം വെള്ളം നിന്ന് കുടിക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ്. അതിന്റെ വശം എന്താ? അല്ല, സംസം വെള്ളവും കുടിക്കൽ ഇരുന്ന് കുടിക്കൽ തന്നെയാണ് സുന്നത്ത്. അങ്ങനെ ചില ആളുകൾ പറയും സംസം വെള്ളം നിന്നിട്ടാണ് കുടിക്കേണ്ടത്. അത് ശരിയല്ല. സംസം വെള്ളവും ഇരുന്ന് തന്നെയാണ് കുടിക്കേണ്ടത്, അത് തന്നെയാണ് സുന്നത്തും. നേരത്തെ സാധാ വെള്ളം നിന്ന് കുടിക്കൽ ഖിലാഫുൽ ഔല, നല്ലതിനെതിരാണ് എന്ന് പറഞ്ഞ മസല സംസം വെള്ളത്തിലും വരും. സംസം വെള്ളവും ഇരുന്ന് തന്നെയാണ് കുടിക്കേണ്ടത്. പിന്നെ ചില ആളുകൾ അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള കാരണം ഒരുപക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില അനുവദനീയമായ ഘട്ടങ്ങളിലൊക്കെ നിന്നു കുടിക്കലും അനുവദനീയമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി നിന്ന് കുടിച്ചിട്ടുണ്ട് സംസം വെള്ളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് കുടിച്ചത് എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമാണ് എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ സംസം നിന്നിട്ടാണ് കുടിക്കേണ്ടത് എന്ന ഒരു മസലക്ക് വേണ്ടിയല്ല. അപ്പം സംസം വെള്ളമാണെങ്കിലും ഇരുന്ന് തന്നെയാണ് കുടിക്കേണ്ടത്, അതാണ് സുന്നത്ത്. സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? സംസം വെള്ളം കുടിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇരുന്ന് കുടിക്കലാണ് സുന്നത്ത്. മാത്രവുമല്ല സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കൽ സുന്നത്തുണ്ട്. അത് മറ്റു ഭക്ഷണങ്ങൾക്കൊന്നും ഇല്ലാത്തതാണ്. സംസം വെള്ളം കുടിക്കുമ്പോൾ ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നുള്ളത്. പിന്നെ ഏത് വെള്ളം കുടിക്കുകയാണെങ്കിലും തവണകളായിട്ട് കുടിക്കലാണ് സുന്നത്ത്. അതോ ഒറ്റയടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒറ്റയടിക്ക് കുടിക്കാതെ തവണകളായി മുറുക്കുകളായി കുടിക്കുക, അതാണ് സുന്നത്ത്. അത് സംസം വെള്ളത്തിന് പ്രത്യേകം അത് സുന്നത്തുണ്ട്. കുറഞ്ഞ വെള്ളമാണെങ്കിലും തവണകളായി കുടിക്കണം. ഒറ്റയടിക്ക് സംസം വെള്ളം കുടിക്കുന്നത് അസുഖം വരാൻ കാരണമായിരിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.